Hello, welcome to Life with Adi. Yes, it's time to pack the bags. ടടൈം. ഈ ഒരുക്കങ്ങളൊക്കെ കണ്ടാലറിയാലോ, വെക്കേഷനായി നാട്ടിൽ പോവാണ്. ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് എങ്ങനെ കയറ്റും എന്ന് ആലോചിച്ച് അന്തം വിട്ട് കുന്തം വിഴിഞ്ഞിരിക്കുന്ന ഞാനാണ് കേട്ടോ ഇത്. ഇത്തവണത്തെ വെക്കേഷൻ ചടപടയെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഒരു സമയം ഉണ്ടായിരുന്നില്ല. ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ എയർപോർട്ടിലേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് എടുത്ത ആ ഒരു ടിക്കറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ഷോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അടുത്തൊരു ഡേറ്റിന് തന്നെയായിരുന്നു നമ്മൾ ടിക്കറ്റ്സ് എടുത്തു. അതിൻ്റെയൊക്കെ റീസൺ ഞാൻ പുറകെ പറയാം കേട്ടോ. നമ്മൾ ഇത്തവണ ഷാർജ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ ഋതു മാത്രമേ പോകുന്നുള്ളൂ. അനൂപ് വരുന്നില്ല. അനൂപ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 2 months നാട്ടിൽ നിൽക്കാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. അനൂപിന് ലീവ് ഭയങ്കര കുറവാണ്. ഓൾമോസ്റ്റ് ഒരു 20 ഡേയ്സൊക്കെ ലീവ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അനൂപ് പുറകെ വരും. എനിക്ക് പിന്നെ വെക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ചേഞ്ച് ഓഫ് ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. എവിടെ പോയാലും പണി തന്നെ. ധൃതി പിടിച്ചൊരു ട്രാവൽ ആയതുകൊണ്ട് തന്നെ എയർപോർട്ടിലും ജസ്റ്റ് ആ ടൈമിലൊക്കെയാണ് എത്തിയത്. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെ തന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പോകാനായിട്ട് ഉള്ള ഒരു ഡേറ്റിൽ കുറച്ച് ചീപ്പസ്റ്റ് ആയിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റിലായി. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്, അതായത് 6 o'clock ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മളൊരു 3:34 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1/2 hour എയർപോർട്ടിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഷാർജ എയർപോർട്ടിലേക്ക്. അങ്ങനെ ഓടിച്ചാടി എത്തി ഇവിടെ ഇരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, കാരണം രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ വീട് ഒതുക്കൽ, പാക്കിംഗ്, ഷോപ്പിംഗ്, നമ്മുടെ വർക്ക് എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. അനൂപിനാണെങ്കിൽ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണത്തിലാണ് ഞാൻ ഇപ്രാവശ്യം ട്രാവൽ ചെയ്യണത് കേട്ടോ. എയർ ഇന്ത്യ എക്സ്പ്രസ് പൊതുവേ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്ന കാരണം തന്നെ ഡിലേ ആവുമോ അല്ലെങ്കിൽ ക്യാൻസൽ ആവുമോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് കറക്റ്റ് ടൈം ആയിരുന്നു. എക്സാക്ട് ടൈമിന് തന്നെ ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. ഒരു 1/2 hour മുമ്പായിട്ട് നമ്മൾ ലാൻഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പെർഫെക്റ്റ് ആയിരുന്നു. അവിടുത്തെ സേഫ്റ്റി മെഷേഴ്സൊക്കെ പറയുന്നുണ്ട്. ഋതു ഇതിനകത്തുള്ള സേഫ്റ്റി മെഷേഴ്സിൻ്റെ ആ ഒരു ലീഫ്ലെറ്റൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിലും നേരത്തെ തന്നെ സീറ്റ്സ് എല്ലാം റിസർവ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റ്സ് നമ്മളെപ്പോഴും നോക്കും. എപ്പോഴും ഫ്രണ്ട് റോ ആണ് ചൂസ് ചെയ്യാറ്, കുറച്ച് ലെഗ് സ്പേസ് ഒക്കെ കിട്ടാനായിട്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് സെക്കൻഡ് റോയെ കിട്ടിയുള്ളൂ. 2A and B ആണ് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് റോ കിട്ടാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, കുറച്ച് കുട്ടികൾ, 4-5 കുട്ടികൾ കേട്ടോ, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ റോസ് എല്ലാം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. 4 പേര് 4 ഫാമിലിയിൽ നിന്നാണ്. പക്ഷേ അവരവിടെ എയർപോർട്ടിൽ വന്നിട്ട് ഫ്രണ്ട്സ് ആയതാണ്. അപ്പോൾ നമ്മളും കുറേ നേരം കുട്ടികളുടെ അടുത്ത് വർത്താനം പറഞ്ഞു. നല്ല രസമായിരുന്നു കേട്ടോ. അവരുടെ വീഡിയോസ് എടുക്കുന്നത് ശരിയല്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അവർ ഒരു ടെൻഷനും ഇല്ലാതെ ഭയങ്കര എൻജോയ് ചെയ്ത് കൂളായി. ആ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ ഉറക്കമൊന്നും ഒരു പ്രശ്നമില്ലാതെ ഒരു 6-7 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവർ ഭയങ്കര ചില്ലായിട്ടാണ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും ചെറിയ കുട്ടികളെ ഒറ്റയ്ക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് തന്നെയാണ് കേട്ടോ. കാരണം എയർപോർട്ടിനകത്ത് എയർപോർട്ട് ക്രൂ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഫ്ലൈറ്റിനകത്തായാലും ക്യാബിൻ ക്രൂസ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കും. അതുകൊണ്ട് സേഫൊക്കെ തന്നെയാണ്. പിന്നെ ഫാമിലി, നമുക്കൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ടെൻഷനേ ഉള്ളൂ, പേരൻസിന് ടെൻഷൻ ഉണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ അത് കാണുമ്പോൾ ഋതു എൻ്റെ അടുത്ത് പറയായിരുന്നു, അടുത്ത പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന്. പക്ഷേ എനിക്ക് പേടിയാട്ടോ. ഇത്തവണ വെക്കേഷൻ ഞങ്ങൾ നാട്ടിൽ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പോകണ്ടെന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. 2 റീസൺസാണ് ഉള്ളത് കേട്ടോ. വെക്കേഷൻ ടൈമിൽ ഒന്നാമത്തെ കാര്യം ടിക്കറ്റ്സിന് നല്ല റേറ്റാണ്. അപ്പോൾ അതൊരു റീസൺ. അതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനൂപിൻ്റെ പേരൻസ് US-ലാണ്, സിസ്റ്ററിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നാട്ടിലേക്ക് വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയും കൂടെ കാണാനുണ്ടെങ്കിലല്ലേ നമുക്ക് നാട്ടിൽ പോയി നിന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ 2 ഫാമിലിയും ഉണ്ടെങ്കിലല്ലേ നാട്ടിൽ പോകേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ 2 കൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതുമാണ് നാട്ടിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇത്തവണ നാട്ടിൽ പോകണില്ല എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് അനൂപിൻ്റെ പേരൻസ് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് ഞാൻ വേഗം തന്നെ ടിക്കറ്റ് എടുപ്പിച്ചു. നമുക്ക് അവരെ കാണണം എന്നുള്ളൊരിതുകൊണ്ട്. ഋതുവും അവരെയൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണെങ്കിലും നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ആ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ ഫാമിലീനെ കാണാനുള്ളതും അല്ലെങ്കിൽ നമ്മുടെ നാട് കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമൊക്കെ ആയിരിക്കാം അല്ലേ. പിന്നെ എനിക്ക് ഈ ഹരിതാഭയും പച്ചപ്പും പുഴയും പാടമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ തൃശ്ശൂർ ഗുരുവായൂരടുത്ത് വെങ്കിടങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പുഴ, പാടം, അമ്പലങ്ങൾ, പള്ളികൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള ഗ്രാമം തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ദുബായ് പോലൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആദ്യത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജോയിൻറ്റ് ഫാമിലിയിലൊക്കെ നിന്ന് ഒരു നാട്ടിൻപുറത്തൊക്കെ വളർന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും ഒന്നും ഉണ്ടാവില്ലല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തിൽ കുറച്ച് നാളൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഒരു മിസ്സിങ് ആയിരുന്നു ശരിക്കും നാട്ടിൽ നിന്നൊക്കെ ഉള്ളത്. പിന്നെ അത് അഡ്ജസ്റ്റഡ് ആയി. പിന്നെ നമ്മുടെ ഒരു വീട് തന്നെയായി അവിടെയും. ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് ഹോം എന്ന് ഞാൻ പറയില്ല, പക്ഷേ എൻ്റെ ഒരു ഓൺ ഹോം തന്നെയാണ്. രണ്ടും എൻ്റെ നാട് തന്നെയാണ്, രണ്ടും എൻ്റെ വീട് തന്നെയാണ് എന്നുള്ള ഒരു ഇതാണ്. ഇനി കുറച്ച് ആകാശ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, ഈ കാഴ്ചകൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ. എനിക്ക് രാവിലത്തെ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഈ കാഴ്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിറച്ച് മേഘങ്ങളുടെ മുകളിൽ കൂടെയുള്ള ഒരു യാത്ര നല്ല ഭംഗിയാണ് അല്ലേ.
അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കുറച്ച് നേരം കണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഉറങ്ങാനൊക്കെ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ കുട്ടികളുള്ള കാരണം തന്നെ ഒരുപാട് നേരമൊന്നും നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഒരു 3-3.5 hours ആകുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഗൂസ് ബംസ് ഒക്കെ വരും നമുക്ക്. എന്താ എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിയില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കാലമായി നമ്മൾ ട്രാവൽ ചെയ്യുന്നു. അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളുമാണ്. 3-4 മാസത്തിലൊക്കെ ഞാൻ ചിലപ്പോൾ നാട്ടിൽ പോകാറുണ്ട്. ഒരു 4 ദിവസം ലീവ് കിട്ടിയാൽ ഞാനൊരു ഇതൊക്കെ നാട്ടിൽ പോകുന്ന ആൾക്കാരാണ്. എങ്കിൽ പോലും എനിക്ക് ഇത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണോ? ആയിരിക്കും. ഈ പ്രവാസികൾക്കെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ് അല്ലേ. അങ്ങനെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. കൊച്ചിയിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ കൊച്ചിയല്ല എൻ്റെ നിയറസ്റ്റ് എയർപോർട്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ പേരൻസ് ഇപ്പോഴേ തന്നെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അനൂപിൻ്റെ അച്ഛനമ്മയാണ് വരുന്നത് നമ്മളെ റിസീവ് ചെയ്യാനായിട്ട്. ഋതു അപ്പോൾ അച്ഛമ്മേനെയും അച്ഛനെയും കാണാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അവർ അമേരിക്കയിലായതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ നമ്മളിടയ്ക്ക് വരുമ്പോഴൊന്നും അവരുണ്ടാവാറില്ല. അപ്പോൾ കുറേ നാളായി അവരെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം നമുക്കുണ്ട് ഇപ്രാവശ്യത്തെ വരവിൽ കേട്ടോ. അങ്ങനെ എയർപോർട്ടിൽ നമ്മൾ നേരെ പോകുന്നത് മുണ്ടൂർക്കാണ് കേട്ടോ. 21ാമത്തെ വയസ്സിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള വീട് മുണ്ടൂരാണ്. അതായത് എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളുടെ വീടുകളുടെ മുമ്പിൽ ഒരുപാട് ദൂരത്തെ വ്യത്യാസമൊന്നുമില്ല. ഒരു 20-25 മിനിറ്റ് ഡ്രൈവ് ഒക്കെ ഉണ്ടാവുള്ളൂ 2 വീട്ടിലേക്കും. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ 2 വീട്ടിലേക്ക് മാറി മാറി നിൽക്കാനും പോകാനും ഒക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. അങ്ങനെ ഒരു 3-3.5 hours ശേഷം നമ്മൾ സേഫായി ലാൻഡ് ചെയ്തു. ഈ ഒരു ടൈമിൽ ഒരുപാട് ഫ്ലൈറ്റ്സ് ഇല്ലാത്ത കാരണമാണോന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷനൊക്കെ ക്ലിയർ ചെയ്തു. ബാഗേജും വേഗം തന്നെ ക്ലിയർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണാൻ കൊതിച്ചൊരു കാഴ്ച തന്നെ കണ്ടു, മഴ. ഒരുപാട് നാൾ ദുബായിലെ ചൂടിലൊക്കെ നിന്നിട്ട് മഴ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തുന്ന വരെയും മഴ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സേഫായി ഹാപ്പിയായി നമ്മുടെ നാട്ടിലെത്തി. ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ കേട്ടോ.